ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് താളി. താളി തേച്ച് കുളിക്കുന്നത് നമുക്ക് എത്ര ഗുണങ്ങൾ നൽകുന്നുണ്ട് എന്നറിയാമോ? മുടിയഴകിന്, അതേപോലെ തന്നെ ടെൻഷൻ മാറുന്നതിന്, ഉറക്കക്കുറവിന്, ഇതിനൊക്കെ താളി വളരെ നല്ലതാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. എന്തായാലും നമ്മളിൽ പലരും ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഫംഗ്ഷനോ ഒക്കെ പോകും മുമ്പ് മുടിക്ക് തിക്നെസ്സും തിളക്കമൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് പലതരം ട്രീറ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ ക്രീംസൊക്കെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നവരുണ്ട്, അത് സ്പ്രേ അടിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. മാർക്കറ്റിൽ കിട്ടുന്ന പലതരം പ്രോഡക്റ്റുകൾ ഇതിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ചെറിയ പ്രായത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് മുടിക്ക് തീർച്ചയായിട്ടും ദോഷം തന്നെയാണ്. അത് ചെറുപ്പത്തിലെ തന്നെ മുടി നരയ്ക്കുന്നൊരവസ്ഥയ്ക്ക് കാരണമായിട്ട് ഇന്നിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. തലമുറകളായിട്ട് ഉപയോഗിച്ചു പോരുന്ന തലയോട്ടിക്ക് കുളിർമ പകരുന്ന ഒരു ഔഷധ സസ്യമാണ് നമ്മുടെ മുറ്റത്തുള്ള ചെമ്പരത്തി. ഇത് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ എത്ര പേർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും അതേക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. നല്ല കൊഴുപ്പും തണുപ്പുമുള്ള പച്ചില നീര് മറ്റേത് ഷാമ്പൂവിനേക്കാളും ഗുണമേന്മയുള്ളത് തന്നെയാണ്. ചിലവാണെങ്കിൽ യാതൊരു ചിലവുമില്ല അല്ലേ? വീട്ടുമുറ്റത്തൊരു ചെമ്പരത്തി നടുക എന്നൊരു കാര്യം മാത്രം ചെയ്താൽ മതി. താളി ഉണ്ടാക്കാനാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. കുറച്ച് ചെമ്പരത്തിയുടെ പൂവും അത്ര തന്നെ ഇലയും കൂടി എടുത്ത് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ താളി റെഡിയായി. നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഒരല്പം വെള്ളം ചേർക്കാം. അഞ്ചിതൾ ചെമ്പരത്തിയാണ്, അതായത് ചുവന്ന നിറത്തിലുള്ള ചെമ്പരത്തിയാണ് കൂടുതലായിട്ടും താളി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചുവന്ന ചെമ്പരത്തി കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിങ്ക് കളറിലെയോ വൈറ്റോ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ആ ഒരു ഗുണമേന്മ കൂടുതൽ അഞ്ചിതൾ നാടൻ ചെമ്പരത്തിക്കാണ്. മുടിയിലെ അഴുക്കും അതേപോലെ എണ്ണമയവും, അതായത് കൂടുതലുള്ള എണ്ണമയവും ഒക്കെ മാറി സ്വാഭാവികമായ ഒരു അഴക് നൽകുന്നതിന്, അതേപോലെ തന്നെ മുടിക്ക് നല്ല കട്ടിയും കറുപ്പും ഒക്കെ കിട്ടുന്നതിന് നമ്മുടെ ഈ നാച്ചുറലായിട്ടുള്ള താളി ഉപയോഗിക്കുന്നതിലൂടെ സഹായിക്കുന്ന കാര്യമാണ്. ചെമ്പരത്തി താളി അല്പം വ്യത്യസ്തമായിട്ടും ഉണ്ടാക്കാം. അതിനെക്കുറിച്ച് നമുക്കിനി നോക്കാം. അല്പം വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. ഇത് വരണ്ട മുടിയുള്ളവർക്കാണ് കൂടുതൽ നല്ലത്. അപ്പോൾ അവർക്ക് ആ മുടിയുടെ അതുപോലെ സ്കാൽപ്പിലേക്ക് വരൾച്ച മാറാനായിട്ട് സഹായിക്കും. കുറേ പേര് പറയുന്നൊരു പരാതിയാണ് മുടിയുടെ അറ്റം പൊട്ടൽ, അതേപോലെ തന്നെ വിള്ളൽ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലുള്ള പ്രശ്നങ്ങളുള്ളവർ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്തിട്ട് താളി ഉണ്ടാക്കി മുടി കഴുകാനായിട്ട് ഉപയോഗിക്കാം. നമുക്കിത് അപ്ലൈ ചെയ്തൊരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകി കളഞ്ഞാൽ മതിയാകും. മുടി വളർച്ച കുറവുള്ളവർക്കും ഇതേ രീതിയിൽ തന്നെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് ചെയ്യുക. തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നമൊക്കെ കുറയുന്നതാണ്. അകാല നര, മുടി കൊഴിച്ചിൽ, താരൻ, മുടിയുടെ അറ്റം പിളരൽ, ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ളവർ ചെമ്പരത്തി താളിയിൽ അരനാരങ്ങയുടെ നീര് കൂടി ചേർക്കുക. വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ അകാലനരയുടെ പ്രശ്നം കൂടുതലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന എന്ത് കാര്യത്തിലാണെങ്കിലും നെല്ലിക്ക നീര് അല്ലെങ്കിൽ നെല്ലിക്ക ചതച്ചതൊക്കെ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഓയിൽ ഉണ്ടാക്കുമ്പോൾ നെല്ലിക്ക ചേർത്തുള്ള എണ്ണ കാച്ചി എടുക്കാം. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ താളിയാണെങ്കിലും കുറച്ച് നെല്ലിക്ക അരച്ചത് ഇതിൻ്റെ അകത്ത് ചേർക്കുക. അപ്പോൾ അത്രയും ഗുണം കൂടുതൽ കിട്ടും. മുടിയുടെ സ്വാഭാവികമായ നിറം പെട്ടെന്ന് കൈവരുന്നതിനും ഇത് സഹായകമാണ്. അതേപോലെ തന്നെ താരൻ്റെ ശല്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നതാണ്. ആഴ്ചയിൽ 2-3 തവണ താളി ഉപയോഗിച്ച് കുളിക്കുന്നവരിൽ യാതൊരു മുടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ കുറഞ്ഞിരിക്കും എന്നതാണ് ഒരു ഫാക്റ്റ്. അപ്പോൾ എന്തായാലും ഇതൊരു 15 മിനിറ്റ് തലയിൽ അപ്ലൈ ചെയ്തിട്ട് കുളിക്കാനായിട്ട് ശ്രമിക്കുക. പേൻ ശല്യം അകറ്റാനായിട്ട് ഇത് വളരെ നല്ലൊരു വഴിയാണ്. ഒത്തിരി പേര് അത് ചോദിക്കാറുണ്ട്. പിന്നെ വെള്ളില ഉപയോഗിച്ചും ഇതേ രീതിയിൽ തന്നെ നമുക്ക് താളി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. മുടി കഴുകാനായിട്ട് ഒരു കാരണവശാലും സാധാരണ സോപ്പ് മുടിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവർ പ്രത്യേകിച്ചും ഉപയോഗിക്കാതിരിക്കുക. അതൊന്നും തൊടിയിക്കാതിരിക്കുക. സോപ്പിൽ കാസ്റ്റിംഗ് സോഡ അടങ്ങിയിട്ടുണ്ട്. പച്ചിലത്താളി നമ്മൾ ഉപയോഗിക്കുമ്പോൾ തലയോട്ടിയുടെ ഉപരിതലത്തിൽ മാത്രമേ അത് നിലനിൽക്കുന്നുള്ളൂ. ഞാൻ നല്ല ഉറക്കം കിട്ടാൻ എന്ത് ചെയ്യണമെന്നൊരു വീഡിയോ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. ഒരുപാട് പേര് ഉറക്കമില്ല, ടെൻഷൻ കാരണം തീരെ വയ്യ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവരോടെല്ലാം ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കൊടുക്കാറുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. മെഡിറ്റേഷൻ ചെയ്യുക എന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും
അതേപോലെ തന്നെ നമ്മൾ താളി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കുളിക്കുക. ഇത് നമ്മൾ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം ഇതേ രീതിയിൽ ചെയ്തിട്ട് കുളിക്കുക. ഒരല്പം എണ്ണ കൂടി ഇതിൽ ആഡ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കുളിച്ചിട്ട് നമ്മൾ രാത്രി കിടന്നുറങ്ങുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും. മനസംഘർഷം ഒക്കെ കുറയുന്നതാണ്. ശരിക്കും നല്ല ഉറക്കം കിട്ടും. ഇപ്പോൾ തലവേദന ഉള്ളവർക്കും ഇതേ രീതിയിൽ കുളിക്കുന്നത് നല്ല മാറ്റം വരുന്നൊരു കാര്യമാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് ഈ നാച്ചുറലായ രീതിയിൽ കുളിക്കുന്നത് നല്ലതാണ്. ആദ്യ ആഴ്ച മുതൽ 6 ആഴ്ചക്കുള്ളിൽ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ഫലം കിട്ടുന്നതാണ്. കഴിവതും ഔഷധങ്ങളുടെയും അതുപോലെ തന്നെ കെമിക്കലുകളുടെയും ഒക്കെയുള്ള ഉപയോഗം നിങ്ങൾ കുറയ്ക്കുക. ഇതുപോലുള്ള നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകൾ അതേപോലെ തന്നെ അനുഭവങ്ങളും അതേപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും ഇവിടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്നാണ്. തീർച്ചയായിട്ടും ആ പേജ് ലൈക്ക് ചെയ്തിട്ടില്ല, അതൊരു ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.